നമസ്കാരം സുഹൃത്തുക്കളെ. ഞങ്ങൾ ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ ദൂരമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഫ്രീവേ 101ഉം 5 നോർത്തും എടുത്താണ് പോവുക. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കാലിഫോർണിയ 1. അത് വേൾഡിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രീവേ ആണ്. അത് പസഫിക് സമുദ്രത്തിൻ്റെ, അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റിൽ പസഫിക് സമുദ്രത്തിൻ്റെ സൈഡ് അരി പിടിച്ചാണ് താഴോട്ട് വരുന്നത്. അത് വളരെയധികം ദൂരം അമേരിക്ക ഫുൾ വാഷിങ്ടൺ സ്റ്റേറ്റ് തൊട്ട് സിയാറ്റിൽ തൊട്ട് കാനഡ ബോർഡർ തൊട്ട് ഇങ്ങോട്ട് താഴോട്ട് മെക്സിക്കോയിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ സാൻ ഫ്രാൻസിസ്കോയിലുള്ള പല വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്, 2024 ക്രിസ്മസ് ദിവസമാണ് ഞങ്ങൾ ഈ യാത്ര തുടരുന്നത്. അതുകൊണ്ടാണ് പച്ച ചുവപ്പ് ആകെ അമ്പ് പെരുന്നാൾ കളറാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി. സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഇടാൻ പോവുകയാണ്, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്യാമറമാൻ ഫൈസലാണ്. ഫൈസൽ ഇന്ന് ചിക്കാഗോയിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം അവനെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് ഞങ്ങളിപ്പോൾ ലോസ് ഏഞ്ചലസിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോ. അപ്പോൾ പോകുന്ന വഴിയിൽ നിങ്ങളെല്ലാ വിവരങ്ങളും വിശേഷങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ 210 എന്ന ഫ്രീവേയിലേക്കാണ് പോകുന്നത്. 210 ഫ്രീവേയിൽ കയറിയിട്ട് അവിടെ നിന്നാണ് 5 നോർത്ത് ഇന്റർസ്റ്റേറ്റ് ഫ്രീവേയിലേക്ക് കയറും. ലോസ് ഏഞ്ചലസിന്റെ പ്രാന്തപ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രിസ്മസ് ദിവസമാണ്. ക്രിസ്മസിന്റെ ആഘോഷത്തിലാണ് ഈ അമേരിക്ക മുഴുവനും. ജനങ്ങൾ, റോഡുകളൊക്കെ കാലിയാണ്. ഭൂരിഭാഗം ജനങ്ങളും അവരവരുടെ സ്വന്തം വീടുകളിൽ കുടുംബവുമായിട്ട് ക്രിസ്മസ് ആഘോഷവേളയിലാണ് ഇന്ന്. സാൻ ഫ്രാൻസിസ്കോ എത്തുമ്പോഴേക്കും ഒരു 5-6 മണിക്കൂർ എടുക്കും. ഇപ്പം നമ്മൾ ലോസ് ഏഞ്ചൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കുറേ ജനങ്ങൾ മെക്സിക്കോ, എൽസാവഡോർ, ഗോണ്ടനാമ, ഹോണ്ടുരാസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ട് കടന്നു വന്നവരുണ്ട്. അവർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയും പല സാഹചര്യങ്ങളുമായിട്ട്. എന്നാൽ ഇനി ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ എല്ലാം ഭാവി അനിശ്ചിതത്തിലാണ്. എന്തായിരിക്കും അവരെ ട്രംപ് പറയുന്നത് വളഞ്ഞിട്ട് പിടിച്ച് കടത്തിവിടും. തോമസ് ഹോമൻ എന്ന ഒരു ബോർഡർ സാർ, CZAR എന്നാണ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. അതുപോലെ ഒരു അധികാരിനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഐസുമായിട്ട് ബന്ധപ്പെട്ട് വളഞ്ഞിട്ട് അൺഡോക്യുമെന്റഡ്, അനധികൃത കുടിയേറ്റക്കാരെ വളഞ്ഞിട്ട് പറഞ്ഞു വിടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ആരായിരിക്കും പിന്നെ അമേരിക്കയിൽ ജോലി എടുക്കാനുണ്ടാവുക? അതും കാരണം ഇത്രയും വലിയൊരു എക്കോണമി, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഈ രാജ്യത്തെ നയിക്കാനായിട്ട് തൊഴിലെടുക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആശങ്കയുള്ള ഒട്ടനവധി ജനങ്ങൾ അമേരിക്കയിലുണ്ട്. അപ്പൊ നമ്മള് 210 വെസ്റ്റിൽ കൂടെയാണ് പോയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇതൊരു വാലിയാണ്. ഇവിടെ പലതരത്തിലുള്ള മലനിരകളാണ്, കുന്നുകളും മലകളുമായിട്ട് നിറഞ്ഞു നിൽക്കാണ്. ഇത് പസഫിക് സമുദ്രത്തിന്റെ അടുത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പസഫിക് സമുദ്രത്തിന്റെ അരു പിടിച്ചു വരും. ഇപ്പോൾ പോകുന്നത് ഒരു ലാൻഡ് ഏരിയ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കോട്ടാണ് പോകുന്നത്. നമ്മുടെ നോർത്തേൺ ഡയറക്ഷനിലാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ 210 5 നോർത്ത് എന്നൊരു ഇന്റർസ്റ്റേറ്റ് ഫ്രീവേ ആയിട്ട് മാറും. ഈ പോകുന്ന വഴിയിൽ നാഷണൽ ഫോറസ്റ്റ്, റിക്രിയേഷൻ ഏരിയാസ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറെ ഏരിയാസ് എല്ലാം ഉണ്ട്. അതുകൂടിയാണ് ഇപ്പൊ സാൻ ഫെർണാണ്ടോ വാലി. അതിൽ 210 വെസ്റ്റ് സാൻ ഫെർണാണ്ടോ വാലി കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നും കുറച്ച് കിഴക്കോട്ട് മാറിയായിട്ട് ലോസ് ഏഞ്ചലസ് ഫോറസ്റ്റ് ഉണ്ട്. ഏഞ്ചലസ് ഫോറസ്റ്റ് എന്നാ പറയാ. കാട്ടുതീ പോലെ വലിയ തീ പിടിക്കുന്ന ആ പ്രതിഭാസമൊക്കെ സംഭവിക്കുക വേനൽ കാലങ്ങളിൽ. ഇപ്പൊ ഡിസംബർ ആയതുകൊണ്ട് അങ്ങനെ
തീപിടുത്തം കുറവാണ്. പക്ഷെ അങ്ങനെയുള്ള കാട്ടുതീ പടരുന്ന ഒരു പ്രദേശമാണ് ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റും അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ. അപ്പൊ നമ്മള് സാൻ ഫെർണാണ്ടോ വാലിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി ക്രോസ് ചെയ്ത് സാൻ ഫ്രാൻസിസ്കോയ്ക്കുള്ള യാത്രയിലാണ്. ഇപ്പൊ ലോസ് ഏഞ്ചൽസിൽ നിന്നും കിഴക്കോട്ട് മാറി സിറ്റിയുടെ അരു പിടിച്ചാണ് നമ്മൾ വടക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോയ്ക്കുള്ള യാത്രയില്. കുന്നുകളും മലനിരകളുമാണ് കാലിഫോർണിയയുടെ പ്രത്യേകത. തന്നെയുമല്ല പല സമയങ്ങളിലും ഇവിടെ ഭൂമി കുലുക്കങ്ങള് ഉണ്ടാകുക ഒരു പതിവാണ്. എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ ആണ് കാലിഫോർണിയ. പ്രത്യേകിച്ച് പസഫിക് സമുദ്രത്തിന്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങള്, സാൻ ഫ്രാൻസിസ്കോ മറ്റും. അപ്പൊ നമ്മള് പിരമിഡ് ലേക്ക്, ഈ കാണുന്നതാണ് പിരമിഡ് ലേക്ക്. ഇതാണ് ലോസ് ഏഞ്ചലസ് സിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം സ്റ്റോറേജ് പോലെയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ്. ഇവിടെ ഈ ഒരു ഫെസിലിറ്റിയിലാണ് അത് ശുദ്ധീകരിക്കുന്നത്. ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത് ഈ ഒരു ഫെസിലിറ്റിയിലാണ്. ഇന്ന് ക്രിസ്മസ് മൂലം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കെട്ടിടത്തിനുള്ളിലാണ് വെള്ളം ശുദ്ധീകരിക്കുന്നത്. ശുദ്ധീകരണം അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഈ ലേക്കിൽ ബോട്ടിംഗ് നടക്കും. തൊട്ട് അടുത്തായിട്ടാണ് ഫ്രീ വേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിസിറ്റർ സെന്ററിൽ നിന്ന് ക്രിസ്മസ് ആയ മൂലം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേക്കാണിത്, ഈ പിരമിഡ് ലേക്ക്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് കാസ്റ്റിയാക്ക് ലേക്ക് എന്ന് പറഞ്ഞൊരു ലേക്കും കൂടി ഉണ്ട്. അപ്പൊ ഇത്രമാത്രം വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുകയാണ് ലോസ് ഏഞ്ചൽസിന് വേണ്ടി, അത് ശുദ്ധീകരിക്കുന്നു. എന്നിരുന്നാൽ പോലും ചില വേനൽക്കാലങ്ങളിൽ ഡ്രൗട്ട് ലൈക്ക് സിറ്റുവേഷൻ, ഇവിടെ വെള്ളത്തിനുള്ള ദൗർബല്യം മൂലം സിറ്റിയിൽ ലോസ് ഏഞ്ചലസ് സിറ്റിയിൽ താമസിക്കുന്നവരോട് ഇടയ്ക്കിടെ വെള്ളം കുറച്ച് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ അവര് എൻഫോഴ്സ് ചെയ്യും. അതായത് വെള്ളം കൂടുതലായിട്ട് കാറ് കഴുകുന്നതിനോ അതോ മറ്റാവശ്യങ്ങൾക്കായിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ അവര് ചെക്കിങ്ങിന് വരുന്ന ഒരു സാഹചര്യങ്ങൾ ലോസ് ഏഞ്ചലസിൽ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ പിരമിഡ് ലേക്കാണ് ഞങ്ങൾ ഇപ്പൊ ലോസ് ഏഞ്ചൽസിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള ഈ ലേക്കിന്റെ മനോഹാരിത ഒന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും, ഒപ്പം തന്നെ ഈ കെട്ടിടത്തിലാണ് ലോസ് ഏഞ്ചലസ് സിറ്റിക്ക് വേണ്ടിയുള്ള വെള്ളം ശുദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു തിയേറ്റർ ഉണ്ട്. ഇതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ നൽകുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കതിൽ പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ലേക്ക് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി പോകുന്ന വഴിയിൽ കൂടുതൽ സ്ഥലങ്ങൾ കണ്ട് മുന്നോട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാം. നമ്മളെ പോലെയുള്ള ഹതഭാഗ്യരായ കുറച്ച് ആൾക്കാർ ഇവിടെ, കുറെ ആൾക്കാർ ഈ പ്രദേശം കാണുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് ഉള്ളിൽ കയറാനും ഈ പ്രദേശം കാണാനും ഇതിന്റെ ചരിത്രവും വിവരണങ്ങളും കേൾക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ടായില്ല. മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് ഈ പ്രദേശത്തെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങള് സാൻ ഫ്രാൻസിസ്കോയ്ക്കുള്ള വഴിയിലാണ്. ഇവിടെ പാടശേഖരങ്ങൾ അമേരിക്കൻ കൃഷി രീതികളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ട്രക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഐഡന്റിറ്റിയാണ് ഈ ട്രക്കുകൾ. ഇങ്ങനെയുള്ള ട്രക്കുകൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മാത്രമാണ് ഭൂരിഭാഗം. അമേരിക്ക കാനഡയിലാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ ഇതിലൊക്കെ ഫ്രണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രക്കുകളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അമേരിക്ക ഇങ്ങനെയുള്ള ട്രക്കുകളാണ്, ഇങ്ങനെ ഫ്രണ്ടിലൊരു ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ട്രക്കുകളാണ് അമേരിക്ക ഉണ്ടാക്കുന്ന ട്രക്കുകൾ. സുഹൃത്തുക്കളെ, ഇതാണ്
നമ്മുടെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇത് അമേരിക്കൻ എൻജിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് അറിയപ്പെടുന്നത്. നമുക്ക് വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് അൽക്കട്രാസ് ജയിൽ. ആ ജയിലിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ്. ഇനി നമ്മൾ പോകുന്നത് യോസിമിറ്റി നാഷണൽ പാർക്ക്. ശരിക്കും മഞ്ഞ് വീണ് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിരേകുന്നതാണ്. അത് ആ ഒരു പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഈ മഞ്ഞ്. അത്ര സൗന്ദര്യമാണ് ഈ മരങ്ങളും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പൈൻ മരങ്ങളും നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളെല്ലാവരും ഒരു ഡ്രീമാണ് മഞ്ഞിൽ കളിക്കുക, മഞ്ഞ് പൊതിഞ്ഞ പ്രദേശത്ത് യാത്ര ചെയ്യുക. അതുപോലെ തന്നെ മഞ്ഞ് എപ്പോഴും നമുക്ക് ലഭിക്കുന്നതല്ല. ചിലപ്പോൾ ഒരു വർഷത്തിൽ ചില പ്രദേശങ്ങൾ, ഭൂമിയുടെ ചില പ്രദേശങ്ങളൊക്കെ വളരെയധികം മഞ്ഞ് ലഭിക്കുന്നതാണ്. അതുപോലൊരു പ്രദേശമാണ് യോസിമിറ്റി നാഷണൽ പാർക്ക്. ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് ഈ പ്രദേശങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാട്ടുതീ പോലെയുള്ള പ്രതിഭാസങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും വിൻ്ററിൽ നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രദേശമാണ് യോസിമിറ്റി നാഷണൽ പാർക്ക്. ഇവിടെ വേറെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ പോകാൻ സമയമുണ്ടാകുമോ എന്നറിയില്ല. പലരും ഇവിടെ മഞ്ഞിൽ കളിക്കുന്നതിന് വേണ്ടി വന്നവരുണ്ട്. ഈ വാഹനങ്ങൾ ക്യാമ്പിംഗ് ചെയ്യുന്നൊരു പ്രദേശത്താണ് ഞങ്ങളുള്ളത്. അതായത് ഇവിടെ വന്നിട്ട് ക്യാമ്പിംഗ് ചെയ്ത് ഇവിടെ താമസിക്കുന്നവരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വാൻ RV റെക്രിയേഷൻ വെഹിക്കിൾസിൽ വരുന്നവരുണ്ട്. അതല്ലെങ്കിൽ സ്വന്തമായ വാഹനത്തിൽ വന്ന് ടെൻ്റ് അടിച്ച് താമസിക്കുന്നവരും ഈ ഏരിയയിലുണ്ട്. പക്ഷേ ഇവിടെ മഞ്ഞുള്ളത് കൊണ്ട് ഇന്ന് ക്യാമ്പിങ്ങിന് വേണ്ടി ആരുമില്ല. ഈ പ്രദേശമൊക്കെ ക്യാമ്പിങ്ങിന് വേണ്ടിയാണ് പണിതിരിക്കുന്നത്. സ്ഥലങ്ങളൊക്കെ ഓരോ നമ്പർ മാർക്ക് ചെയ്തിട്ടിട്ട് ബാർബിക്യൂ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് ഇങ്ങനെ റെക്രിയേഷന് വേണ്ടിയിട്ടാണ് ഇവർ നമ്പർ ഇട്ടിരിക്കുന്നതാണ്. ഓരോ നമ്പർ ഇട്ട് ഈ സ്ഥലം വേർതിരിച്ച് ഓരോ ക്യാമ്പിംഗ് വ്യക്തികൾക്കും കൊടുക്കുന്നതാണ് ഈ സ്ഥലം. മഞ്ഞ് പെയ്യുന്ന പ്രദേശങ്ങളിൽ സ്നോമാൻ ഉണ്ടാക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരു ഹരമാണ്. അതുപോലെ ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്നോമാനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ക്യാമ്പിംഗ് സ്ഥലം, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനും അതിനുള്ള ഫുഡ് സ്റ്റോറേജ്, കരടി വന്നാൽ കരടി വരുന്നൊരു ഇതുണ്ട്. അപ്പോൾ കരടിയിൽ നിന്നും ഭക്ഷണം ഈ ക്യാമ്പ് ചെയ്യുന്നവർക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നുള്ള ബോക്സാണിത്. ഈ യാത്രക്കിടയിൽ ഇതൊരു 7-8 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരാനായിട്ടുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു കോഫി കുടിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അമീര ബ്രെഡ് അമേരിക്കയിലെ ഒരു ഫുഡ് ചെയിൻ ആണ്, ഒരു വലിയ കോർപ്പറേഷനാണ്. അവരിൽ കുറേ വെറൈറ്റിയിലുള്ള ബേക്കറി, പിന്നെ ബ്രെഡ്, അങ്ങനെ ഫുഡ്, സാൻഡ്വിച്ചസ്, ബർഗേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു കടയാണിത്. ഇവിടെ ഇതുപോലെയുള്ള പല വെറൈറ്റിയിലുള്ള കോഫികളുണ്ട്. ഇവിടുത്തെ നമ്മളുടെ പ്രത്യേകത, ആദായ വിൽപ്പനയ്ക്ക് നമ്മൾ പോകുമല്ലോ. അപ്പോൾ ഇവിടെ $15 ഒരു മാസം കൊടുത്താൽ അൺലിമിറ്റഡ് കോഫി നമുക്ക് കുടിക്കാം. ഇവിടുന്ന് ഒന്നോരം കോഫി വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. അപ്പം നമ്മൾ അമേരിക്കയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ $15 അൺലിമിറ്റഡ് കോഫി ലോഡ് ചെയ്ത് കുടിക്കാം. ഒപ്പം തന്നെ നമ്മൾ പോകുന്ന അവസരത്തിൽ നമുക്ക് ഇവിടെ ഒരു കിയോസ്ക് ഉണ്ടാവും. ആ കിയോസ്കിൽ കയറിയിട്ട് ഡീലുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി നമുക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കാൻ പറ്റിയൊരു അവസരമാണ് ഈ പനീർ ബ്രെഡ്. തന്നെയല്ല, ക്വാളിറ്റി ഫുഡാണ്. ഈ മറ്റ് ഫാസ്റ്റ് ഫുഡിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് ക്വാളിറ്റി നമുക്ക് അത്ര നല്ലതായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇവരുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ തന്നെ ബേക്ക് ചെയ്യുന്ന എല്ലാമാണ്, ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. കിയോസ്കിൽ ഓർഡർ ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ ചായക്കപ്പൊക്കെ വാങ്ങണം. അപ്പൊ നമ്മുടെ പേര് ഓൾറെഡി ഇവിടെ ഉണ്ടാവും. അപ്പൊ ചായക്കപ്പൊക്കെ വാങ്ങണം നമ്മള്. ഹലോ, ഐ ജസ്റ്റ് പ്ലേസ് ആൻ ഓർഡർ ഫോർ സിനമൺ ബേഗൽ. Yes, I see it. I'll grab it and now. Coffee cup too, right? Yes. Okay. Do you want it sliced and toasted? Or Yes, please. I'm sorry, I didn't. അപ്പൊ ഇവിടെയാണ് ഇവരുടെ അടുക്കള. ഇവിടെ നിന്നാണ് നമുക്ക് ഇത് ഉണ്ടാക്കി തരിക. ഇത് ഇവര് നമുക്ക് ടോസ്റ്റ് ചെയ്ത സിനമൺ
ഒക്കെ ഉണ്ടാക്കി തരാനായിട്ട് നമ്മൾ സിനമൺ ബേഗിളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിന് ബട്ടർ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അതിപ്പോൾ നമുക്കിപ്പോൾ ഓർഡർ ഇപ്പോൾ റെഡിയാക്കി തരും. പക്ഷേ ചായക്കപ്പ് നമ്മൾ ആദ്യം വാങ്ങിയിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മളാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ ചായയിൽ ഇവരുടെ ബ്രിട്ടീഷ് ബ്രേക്ക്ഫാസ്റ്റ് ടീ ഉണ്ട്, പിന്നെ ഹണി ജിൻസിങ് ഉണ്ട്, ഓറഞ്ച് ജിഞ്ചർ മിന്റ് ഉണ്ട്, ബ്രൗൺ ഷുഗർ റോ ഷുഗർ ആണിത്, ബ്രൗൺ റോ ഷുഗർ അതാണ് ഉപയോഗിക്കുന്നത് നമ്മ. അപ്പോ ചായല നമുക്ക് കടുപ്പത്തിനനുസരിച്ച് ഇട്ട് ചായയിലിട്ടു. അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളത്തിരി നേരെ ഒഴിച്ചു വെച്ചാൽ ഇതൊന്നും ബ്രൂ ആവും. ഓക്കെ. പിന്നെ പല വെറൈറ്റിയിലുള്ള ചായകളുണ്ട് ഇവിടെ. കോഫികളുണ്ട്, കഫേ ബ്ലെൻഡ് ലൈറ്റ് ആയിട്ടുള്ളതുണ്ട്, ഡാർക്ക് റോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള കോഫികൾ നമുക്ക് കുടിക്കാൻ സാധിക്കും. ഒരു കോഫി ബാറാണ്. നമ്മൾ ഇത്തിരി നേരം ഈ ചായ ഒന്ന് ഇതിന്റെ കറയൊക്കെ ഇളകി ഒന്ന് ബ്രൂ ആവണം, എന്നാലാണ് നമുക്ക് കടുപ്പവും സ്മെല്ലൊക്കെ വരുള്ളൂ. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഹാഫ് ആൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഈ പാല് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് രുചി കൂടും. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പസഫിക് സമുദ്രത്തിൻ്റെ അരുപിടിച്ച് ഈ റോഡ് 656 മൈലുണ്ട്. അതായത് ഏകദേശം ഒരു 1200ഓളം കിലോമീറ്റർ നീളമുള്ളതാണ് ഈ റോഡ്. അപ്പം സന്ധ്യ ആവാറായി. അതുകൊണ്ട് നമ്മൾ ഈ റോട്ടിൽ കൂടെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ അധികം ലൈറ്റ് ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇതിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പയ്യെ പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളീ പോകുന്ന വഴിയിൽ കുറച്ച് നല്ല സിറ്റികൾ, ഫേമസ് ആയിട്ടുള്ള മോൺട്രേ. ഈ മോൺട്രേൻ്റെ അവിടെ ഒരു നേവൽ അക്കാഡമി ഉണ്ട്, പിന്നെ ഒരു ആർമി ബേസ് ഉണ്ട് മോൺട്രേ എന്ന് പറഞ്ഞ സിറ്റിയിൽ. ഇപ്പോൾ നമ്മളൊരു അരമണിക്കൂറിന് ഉള്ളിൽ മോൺട്രേ എത്തും. അതിന് രാത്രിയോട് കൂടിയിട്ടാണ് നമ്മൾ ലോസ് ഏഞ്ചലസ് പ്രദേശത്ത് എത്തിച്ചേരുള്ളൂ.